ഈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ 7 ദിവസം മാത്രം ജനറേറ്റ് ചെയ്തത് 35 കോടി വ്യൂസ് ആണ്. ഈ സാക്ടീവ് ഫിലിം ചാനലിന്റെ കഴിഞ്ഞ മാസത്തെ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് പറയുന്നത് $94K ആയിരുന്നു. അതായത് ഏകദേശം 88 ലക്ഷം ഇന്ത്യൻ റുപ്പീസ്. പക്ഷെ ഇനിയാണ് ട്വിസ്റ്റ്. നമ്മൾ ഈ സാക്ടീവ് ഫിലിം യൂട്യൂബ് ചാനലിന്റെ മലയാളം വെർഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. സ്റ്റെപ്പ് 1, ചാനൽ ക്രിയേഷൻ. അതെ, വീഡിയോ ഇടണമെങ്കിൽ ഒരു ചാനൽ വേണം. പക്ഷേ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. ഇവിടെ നോക്കൂ, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ് ഇത് കണ്ടാൽ സാക്ടീവ് ഫിലിം പോലും 1 മിനിറ്റ് കണ്ടു നിൽക്കും. ഇനി സ്റ്റെപ്പ് 2, ഫൈൻഡിങ് വീഡിയോ ഐഡിയാസ്. അതെ, നമ്മുടെ ചാനൽ റെഡി ആയിട്ടുണ്ട്, പക്ഷേ വീഡിയോസ് ഇല്ല. വീഡിയോസ് ഉണ്ടാക്കണമെങ്കിൽ ഐഡിയാസ് വേണം. പക്ഷേ ഇവിടെ സാക്ടീവ് ഫിലിമിന്റെ ചാനൽ നോക്കിയാൽ പുള്ളിക്കാരുടെ ഒരു കോർ എലിമെന്റ് ആണ് വീഡിയോ ഐഡിയാസ്. പക്ഷേ ഈ ചാനലിന് വേണ്ടി വീഡിയോ ഐഡിയാസ് കണ്ടുപിടിക്കാൻ പ്രൊഫഷണൽ ആയിട്ടൊരു ടീം തന്നെയുണ്ട്. നമുക്കോ ആരും തന്നെ ഇല്ല. പക്ഷേ ഡോണ്ട് വറി, നമുക്ക് ഒരാളുണ്ട്, AI. സോ ഫ്രീ AI ടൂളായ ഗൂഗിൾ ജെമിനിയിലേക്ക് ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. വീഡിയോ ഐഡിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു കിടിലൻ പ്രോംപ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ ആ പ്രോംപ്റ്റിനെ ഇവിടെ കോപ്പി ചെയ്ത് കൊടുത്തു. ഈ പ്രോംപ്റ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: സാക്ടീവ് ഫിലിം ചാനലിനെ അനലൈസ് ചെയ്ത ശേഷം 10 വീഡിയോ ഐഡിയാസ് നമുക്ക് പറഞ്ഞു തരിക. അതിൻ്റെ കൂടെ തന്നെ മെയിൻലി ഇന്ത്യൻ ഓഡിയൻസിന് റിലേറ്റബിൾ ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കണം. സോ സിമ്പിൾ. ഒരു കാര്യം, ഈ പ്രോംപ്റ്റ് എല്ലാം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജോയിൻ ചെയ്ത ശേഷം പ്രൊഫൈൽ വന്ന ഇവിടെ പറയുന്ന കംപ്ലീറ്റ് പ്രോംപ്റ്റ്സും ഈ ലിങ്കിൽ കൊടുത്തേക്കാം. അതും കൂടാതെ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെപ്പോലത്തെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അവിടെ ഉണ്ട്. സോ അവരോട് സംസാരിക്കാനും ഡൗട്ട്സ് ചോദിക്കാനുമുള്ള അവസരം കൂടിയാണ്. സോ ഇവിടെ നിരയായിട്ട് നമ്മുടെ ഐഡിയാസ് ജനറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്നെ പോലെ ആക്രാന്തം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മോർ കൊടുത്ത് കൂടുതൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ കുറച്ച് ഐഡിയാസ് ഒരു സ്ഥലത്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോ ഇടിയിട്ട് ഞാൻ ഈ വീഡിയോനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദ റിയൽ റീസൺ കൗസ് വെർ മെയ്ഡ് സാക്രറ്റ് ഇൻ ഇന്ത്യ. ഇത് പൊതുവെ നമ്മളെ ഓഡിയൻസിന് വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയാണ് സ്റ്റെപ്പ് 3. ഇവിടെ നമ്മളുടെ വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. സാക്ടീവ് ഫിലിമിന്റെ കാര്യം നോക്കിയാൽ ഡോളേഴ്സ് വാരിയറിന് പ്രൊഫഷണൽ ടീമിന് സ്ക്രിപ്റ്റ് എഴുതാൻ കൊടുക്കും. പക്ഷെ ഇവിടെയും ഡോണ്ട് വറി, അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റും AI വെച്ച് എഴുതിപ്പിക്കാൻ പോവുകയാണ്. സോ ജെമിനി AI തന്നെ വന്നിട്ട് ഈ പ്രോംപ്റ്റ് കൊടുക്കുക. ഈ Xന്റെ സ്ഥാനത്ത് നമ്മുടെ വീഡിയോ ഐഡിയ കൊടുക്കുക. സോ ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോ ഐഡിയ കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റർ കൊടുത്ത് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ സ്ക്രിപ്റ്റ് റെഡി ആവുന്നതാണ്. പക്ഷേ ഇവിടെ വന്നത് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് മലയാളവും. അതിനുവേണ്ടി ഈ പ്രോംപ്റ്റ് കൊടുക്കുക. ഇതിലൂടെ തന്നെ നിങ്ങളുടെ സ്ക്രിപ്റ്റ് മലയാളത്തിലാക്കാൻ കഴിയും. വേണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാം. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കുറച്ചും കൂടി സ്ക്രിപ്റ്റിൽ ക്വാളിറ്റി വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ഇംഗ്ലീഷിൽ എഴുതിയത്. നമ്മുടെ സ്ക്രിപ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് സ്റ്റെപ്പ് 4. ഇവിടെ സാക്ടീവ് ഫിലിമിന്റെ കാര്യം നോക്കിയാൽ പുള്ളിക്കാരന് നല്ല പൂ പോലത്തെ വോയിസ് ഉണ്ട്. പക്ഷെ നമ്മുടെ വോയിസ് കേട്ടാൽ പൂ പോലും വാടിപ്പോവും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോ ഇത് ഞാൻ AI വെച്ച് തന്നെ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അതെ, AI വെച്ച് തന്നെ നമ്മൾ വോയിസ് ഓവറും ചെയ്യിപ്പിക്കും. അതിനു മുമ്പായിട്ട് ഇതുപോലത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും യൂട്യൂബിനെ കുറിച്ചുള്ള ടിപ്സും ട്രിക്സും സ്ട്രാറ്റജീസും ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. നമ്മൾ സ്ഥിരം വീഡിയോസ് ഇട്ട് വേർപ്പിക്കാറില്ല. പക്ഷെ വരുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വാല്യുബിൾ കണ്ടന്റ് ആയിരിക്കും വരിക. അതെ, ലേറ്റ് ആവുന്നാലും ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ വരിക. ബാക്ക് ടു ദി വീഡിയോ. ഫ്രീ ആയിട്ട് AI വോയിസസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന വെബ്സൈറ്റിലോട്ട് പോകാം. ഇവിടെ താഴെ ഒരുപാട് വോയിസ് കാണാൻ കഴിയും. ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ബെസ്റ്റ് തോന്നിയ ഒരു വോയിസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ വോയിസും ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ പശുക്കളെ പവിത്രമായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് ഇത് വെറുമൊരു മതപരമായ വിശ്വാസം മാത്രമാണെന്നാണ്. ഏകദേശം BC 1500കളിൽ ഇന്ത്യയിൽ മിക്കവരും കർഷകരായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി വോയിസ് തന്നെയാണ്. പക്ഷേ ഈ വോയിസ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനിയാണ് സ്റ്റെപ്പ് 5. നമ്മുടെ മോസ്റ്റ് ഹാർഡസ്റ്റ് ഭാഗം ഇനിയാണ് വരുന്നത്: വിഷ്വൽസ്. സാക്ടീവ് ഫിലിമിന്റെ കാര്യം നോക്കിയാൽ പുള്ളിക്കാരൻ ലക്ഷങ്ങൾ കൊടുത്ത് ആനിമേറ്റേഴ്സിനെ ഹയർ ചെയ്തിട്ടാണ് ആനിമേഷൻ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് ഹയർ ചെയ്യാൻ പോയിട്ട് സ്വന്തമായിട്ട് പോലും ചെയ്യാൻ അറിയില്ല. സോ ഇവിടെ സ്ഥിരം ഡയലോഗ് തന്നെ AI വെച്ച് നമ്മൾ ഇതും ആനിമേറ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് നേരെ ChatGPTയിലോട്ട് വരിക. ഇതും ഫ്രീ ആണ്, നോ വറീസ്. ഇവിടെ നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് സീൻസിന്റെ പ്രോംപ്റ്റ്സ് ആണ്. അതിനുശേഷം ആ സീൻസ് തൊട്ട് നമുക്ക് ഇമേജസ് ഉണ്ടാക്കണം. സോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഈ പ്രോംപ്റ്റ് നമ്മുടെ വിഷ്വൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ പ്രോംപ്റ്റ്സ് തരുന്നതായിരിക്കും. ആ പ്രോംപ്റ്റ്സിലൂടെ ആയിരിക്കും നമ്മൾ ഇമേജസ് ജനറേറ്റ് ചെയ്യുക. ഇവിടെ താഴെ വരുന്നത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ഇനിയാണ് ഗെയിം സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. നേരെ പോയിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ ലൈന് കോപ്പി ചെയ്യുക. എന്നിട്ട് അതിനെ ഈ ChatGPT കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ പ്രോംപ്റ്റ് ChatGPT ജനറേറ്റ് ചെയ്ത് കാണാൻ കഴിയും. എന്നിട്ട് നേരെ ഗൂഗിൾ ജെമിനിയിലോട്ട് വരിക. ശ്രദ്ധിച്ചിരിക്കുക, ഈ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇവിടെ ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിനെ ചൂസ് ചെയ്യണം. എന്നിട്ട് ഈ ഫാസ്റ്റ് എന്ന് പറയുന്ന മോഡിനെ മാറ്റിയിട്ട് തിങ്കിങ് സെലക്ട് ചെയ്യുക. ഇതിലൂടെ തന്നെ നമ്മളുടെ ഗൂഗിൾ ജെമിനി വളരെ തിങ്ക് ചെയ്തിട്ടായിരിക്കും ഇമേജസ് ജനറേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ആ കോപ്പി ചെയ്ത പ്രോംപ്റ്റ് കൊടുക്കാം. സോ ഇവിടെ ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഇമേജ് റെഡി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ആനിമേറ്റ് ചെയ്യുക എന്നതാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാ ഇമേജസും ജനറേറ്റ് ചെയ്യണം. അതായിരിക്കും കുറച്ചും കൂടി ഈസിയർ സ്റ്റെപ്പ്. സോ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ അടുത്ത വരി ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും നല്ലൊരു പ്രോംപ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ഇതിനെ കോപ്പി ചെയ്ത ശേഷം നേരെ വീണ്ടും ഗൂഗിൾ ജെമിനിയിലോട്ട് പോവുക. ഇവിടെ ഞാൻ ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോൾ അടുത്ത ഇമേജും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ഇമേജസും ഞാൻ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു 5 to 10 മിനിറ്റ്സ് എടുക്കും. സോ ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് വിഷ്വൽസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജസിനെ ആനിമേറ്റ് ചെയ്യണം, അതായത് ജീവൻ കൊടുക്കണം. സാക്ടീവ് ഫിലിം ചാനലിന്റെ ഒരു കോർ എലിമെന്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ആനിമേഷൻ ആണ്. ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെയാണ് പുള്ളിക്കാരൻ മില്യൺസ് ഓഫ് വ്യൂസും ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പുള്ളിക്കാരനെ പോലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആനിമേഷൻ കൊണ്ടുവരാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് എയുടെ സഹായത്തോടു കൂടി തന്നെ അത്യാവശ്യം നല്ലൊരു ആനിമേഷൻ തന്നെ കൊണ്ടുവരാൻ കഴിയും. ഇവിടെ ഞാൻ ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിന്റെ ഫ്ലോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഗൂഗിളിന്റെ ഫ്ലോയിൽ വന്നിട്ടുണ്ട്. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ആദ്യത്തെ ഇമേജിനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഇമേജസിനെ ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. പക്ഷേ അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നമ്മൾ ഇതും നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ ChatGPT പോവുക. നമ്മൾ നേരത്തെ ചെയ്ത ചാറ്റ് നോക്കുക. ഇതിൻ്റെ താഴെ പ്രോംപ്റ്റിൻ്റെ കൂടെ വേറൊരു പ്രോംപ്റ്റ് കൂടി കാണാൻ കഴിയും, ഒരു ചെറിയ പ്രോംപ്റ്റ്. ഇതാണ് നമ്മുടെ ആനിമേഷൻ്റെ പ്രോംപ്റ്റ്. ഇതെല്ലാ വിഷ്വൽസിനും നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇതിനെ ഓരോന്നായിട്ട് കോപ്പി ചെയ്യുക. സോ നമ്മുടെ ആദ്യത്തെ ഇമേജിൻ്റെ ആനിമേഷൻ പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോ റെഡി ആവുന്നതായിരിക്കും. സോ ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോസും ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഇമേജിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ആ നേരത്തെ ആനിമേഷൻ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. സോ ഇവിടെ ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഇമേജസും ആനിമേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ എല്ലാ ഇമേജസും ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് വിഷ്വൽസും നമ്മൾ ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് സ്റ്റെപ്പ് 8, വീഡിയോ എഡിറ്റിംഗ്. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് CapCut ആണ് യൂസ് ചെയ്യുന്നത്. CapCutൽ എഡിറ്റ് ചെയ്യുന്നത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ട്യൂട്ടോറിയൽ ചെക്ക് ചെയ്യാം. സോ ഇതാണ് CapCutന്റെ ഇന്റർഫേസ്. ആദ്യം തന്നെ നമ്മുടെ വീഡിയോസും ഓഡിയോയും ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ ഓഡിയോസിനെ ടൈം ലൈനിൽ ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അതെ, നമ്മളിവിടെ ആദ്യം എഡിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓഡിയോ ആണ്. അതിനു വേണ്ടിയിട്ട് ഈ ഗ്യാപ്പെല്ലാം കട്ട് ചെയ്ത് ഒരു ടൈറ്റ് പീസ് നമ്മുടെ ഓഡിയോയ്ക്ക് കൊണ്ടുവരാം. ഷോർട്സ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ലാഗ് ആവാൻ പാടില്ല, ഇല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മുടെ ഓഡിയോ എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാം. ഞാൻ ഓരോന്നായിട്ട് ഓഡിയോ സീനിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞത് ഒരു 20 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യണം. സോ ഇത് ഞാൻ ബെസ്റ്റ് ക്വാളിറ്റി 4K 60 fps എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്ത്യയിൽ പശുക്കളെ പവിത്രമായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് ഇത് വെറുമൊരു മതപരമായ വിശ്വാസം മാത്രമാണെന്നാണ്. ഏകദേശം BC 1500കളിൽ ഇന്ത്യയിൽ മിക്കവരും കർഷകരായിരുന്നു. അന്നത്തെ കാലത്ത് 10 പേർ ചെയ്യേണ്ട ജോലി ഒരു പശു ഒറ്റയ്ക്ക് ചെയ്യും. നിലമുഴുതാനും
പാലിനും വളത്തിനും ഇന്ധനത്തിനുമെല്ലാം പശുക്കളെയായിരുന്നു അന്ന് ആശ്രയിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഒരു പശുവിനെ കൊല്ലുക എന്നാൽ സ്വന്തം ഉപജീവനമാർഗം തന്നെ ഇല്ലാതാക്കുക എന്നായിരുന്നു അർത്ഥം. എന്നാൽ കടുത്ത ക്ഷാമം വരുമ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ ആളുകൾ പശുക്കളെ കൊല്ലാൻ സാധ്യതയുണ്ട്. ഇത് തടയാൻ അന്നത്തെ ഭരണാധികാരികൾ കണ്ടെത്തിയ ബുദ്ധിപരമായ വഴിയാണ് പശുക്കളെ വിശുദ്ധമായി പ്രഖ്യാപിക്കുക എന്നത്. അതും കൂടെ തന്നെ ഈ പ്രോംപ്റ്റ് എല്ലാം വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അവിടെ എല്ലാ പ്രോംപ്റ്റ്സും കൊടുക്കുന്നതായിരിക്കും.